2024 ഇറങ്ങിയ മികച്ച 12 ഗാഡ്ജറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ 12ൻ്റെ പ്രത്യേകത? 2024 ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസം ഇറങ്ങിയ ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പലതും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ തരം ഗാഡ്ജറ്റുകളാണ്. വീഡിയോയുടെ ഇടയിൽ ചില സർപ്രൈസുകളുമുണ്ട്. ആദ്യത്തെ ഗാഡ്ജറ്റ് ജനുവരിയിൽ ഇറങ്ങിയ സാംസങ് ഗാലക്സി S24 അൾട്ര എന്ന മൊബൈൽ ഫോണാണ്. ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണിത്. സൂപ്പർ ബിൽഡ് ക്വാളിറ്റി, അടിപൊളി ബ്രൈറ്റായ ഡിസ്പ്ലേ, പവർഫുള്ളായ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഒക്കെയാണ് ഹൈലൈറ്റ്. S24 അൾട്രയുടെ കിടിലൻ സൂപ്പർ സൂം ക്യാമറയെക്കുറിച്ച് അറിയാത്തവരില്ല. സാംസങ് മാത്രം തരുന്ന സോഫ്റ്റ്വെയർ ഫീച്ചറുകളായ ഗാലക്സി AI, കമ്പ്യൂട്ടർ പോലെ ഫോൺ ഉപയോഗിക്കുന്ന ഡെക്സ് എന്നിവ ഇതിലുണ്ട്. 7 വർഷം വരെ ഉപയോഗിക്കാവുന്ന ഇതിൻ്റെ ഏകദേശ വില 1 ലക്ഷം രൂപ. ആപ്പിളിൻ്റെ പുതിയ തരം കമ്പ്യൂട്ടറായ ആപ്പിൾ വിഷൻ പ്രോ ആണ് ഫെബ്രുവരിയിലെ താരം. സ്പേഷ്യൽ കമ്പ്യൂട്ടർ എന്നാണ് ആപ്പിൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു മിക്സ്ഡ് റിയാലിറ്റി അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റാണ്. തലയിലിട്ട് ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറിൽ മോഷൻ ഗെസ്ചർ, ഐ ട്രാക്കിംഗ്, സ്പീച്ച് റെക്കഗ്നിഷൻ എന്നീ ഫീച്ചറുകളുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായ ഇതിൻ്റെ വില 3 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഇതിൻ്റെ മികച്ച എന്നാൽ വില കുറഞ്ഞ വേർഷൻ ഇനിയുള്ള വർഷങ്ങളിൽ വരേണ്ടതാണ്. ആപ്പിൾ മാർച്ചിൽ മാക്ബുക്ക് എയർ M3 എന്ന ലാപ്ടോപ്പ് റിലീസ് ചെയ്തു. കയ്യിൽ കൊണ്ടുനടക്കാവുന്ന ഏറ്റവും പവർഫുള്ളായ കമ്പ്യൂട്ടറുകൾ ഒന്നാണിത്. 8 കോർ CPU, 8 കോർ GPU ഉള്ള മികച്ച M3 പ്രോസസ്സർ, 18 മണിക്കൂർ വരെ ഒറ്റ ചാർജിൽ ഉപയോഗിക്കാവുന്ന ബാറ്ററി, വളരെ സ്പീഡുള്ള സ്റ്റോറേജ്, കിടിലൻ ഡിസ്പ്ലേ ഒക്കെ M3 എയറിലുണ്ട്. 4K വീഡിയോ എഡിറ്റിംഗ്, പ്രോഗ്രാമിംഗ്, ഗെയിമിംഗ് തുടങ്ങിയ ഭാരിച്ച ജോലികൾ പോലെ ഇവന് നിസ്സാരമാണ്. എല്ലാത്തിനും പ്രൊഫഷണൽസിനും പറ്റിയ ഈ ലാപ്ടോപ്പിൻ്റെ ഏകദേശ വില 1 ലക്ഷം രൂപ. സൗണ്ടിൻ്റെ രാജാവായ സോണി ഏപ്രിലിൽ ULT എന്ന ഒരു പുതിയ സ്പീക്കർ സീരീസ് ഇറക്കി. അതിൽ കൊണ്ടു നടക്കാവുന്ന വാട്ടർ പ്രൂഫായ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ULT ഫീൽഡ് 1. ULT സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ മോഡലായി ഇതിൽ ഗംഭീരമായ ബേസ് ഉണ്ട്. IP67 റേറ്റിംഗ്, 12 മണിക്കൂർ ബാറ്ററി ലൈഫ്, ഡെഡിക്കേറ്റഡ് ബേസ് ബട്ടൺ, പിന്നെ എക്കോ ക്യാൻസലിംഗ് മൈക്രോഫോണും ഇതിലുണ്ട്. ഞാനിത് വാങ്ങി വിശദമായ റിവ്യൂ ചാനലിലുണ്ട്. 9000 രൂപയ്ക്ക് ഇതൊരു നല്ല ഡീലാണ്. മെമ്മറി ഡിവൈസുകളുടെ രാജാവായ സാൻഡിസ്ക് 8 TBയുടെ ഒരു ഭീകരൻ എക്സ്റ്റേണൽ SSD ഡിസ്ക് മെയിൽ മാർക്കറ്റിലെത്തിച്ചു. ഡസ്റ്റ് ഡ്രൈവ് എന്ന പേരുള്ള ഇതിന് 10 സെൻറ്റിമീറ്റർ താഴെ നീളവും ഏകദേശം 250 ഗ്രാം ഭാരവും മാത്രമേ ഉള്ളൂ. ഫോട്ടോ വീഡിയോ പ്രൊഫഷണൽസിനും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ബാക്കപ്പിന് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. 1000 MB/s ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. 65,000 രൂപ വില മാത്രമാണ് ഒരു പോരായ്മ. യാത്രകളിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് വിൻഡോസ് പോർട്ടബിൾ ഗെയിമിംഗ് കൺസോളാണ് ഏസുസിൻ്റെ ROG Ally X. ജൂണിൽ ഇറങ്ങിയ ഇതിൽ മിക്കവാറും എല്ലാ ഗെയിമുകളും 1080pയിൽ സ്മൂത്തായി കളിക്കാം. 180 Wh ബാറ്ററി, 1 TBയുടെ SSD, 24 GB റാം, 120 Hz ഡിസ്പ്ലേ, Ryzen Z1 എക്സ്ട്രീം ചിപ്പ് എന്നിവ ഇതിലുണ്ട്. 700 ഗ്രാമിൽ താഴെ ഭാരമുള്ള ഇത് ഗെയിമേഴ്സിൻ്റെ ഡ്രീം ഗാഡ്ജറ്റാണ്. ഏകദേശ വില 80,000 രൂപ. സാംസങ് അവരുടെ ആദ്യത്തെ പ്രീമിയം സ്മാർട്ട് റിംഗ് ആയ ഗാലക്സി റിംഗ് ജൂലൈയിൽ പുറത്തിറക്കി. ഏത് വിരലിലും അണിയാവുന്ന ഇതിൽ 3 സെൻസറുകളുണ്ട്. ഈ റിംഗ് ഫോണിൻ്റെയും ഗാലക്സി AIയുടെയും സഹായത്തോടെ നമ്മുടെ ആരോഗ്യം മോണിറ്റർ ചെയ്യുന്നു. നമ്മുടെ ഉറക്കം, എക്സർസൈസ്, ഹാർട്ട് റേറ്റ് ഒക്കെ ഇത് അനലൈസ് ചെയ്യുന്നു. ഒറ്റ ചാർജിൽ 7 ദിവസം ഉപയോഗിക്കാവുന്ന ഈ റിങ്ങിൻ്റെ വില ഏകദേശം 38,000 രൂപ. വീഡിയോ സ്ട്രീമിങ്ങിനും വ്ളോഗിങ്ങിനും പറ്റിയ അഫോർഡബിളായ ക്യാമറയാണ് സോണിയുടെ ZV-E10. ഇതിൻ്റെ സെക്കൻഡ് വെർഷൻ ഓഗസ്റ്റിൽ ഇറങ്ങി. പഴയതിൻ്റെ മിക്ക പ്രശ്നങ്ങളും പരിഹരിച്ച ഈ മോഡലിൽ 60 FPS-ൽ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാം. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വ്ളോഗേഴ്സിനും ഇത് ഇഷ്ടപ്പെടും. 26 മെഗാപിക്സൽ സെൻസർ, 10 ബിറ്റ് വീഡിയോ സപ്പോർട്ട്, ഹൈ കപ്പാസിറ്റി ബാറ്ററി, ലൈവ് സ്ട്രീമിംഗ് സപ്പോർട്ട് എന്നിവ ഇതിലുണ്ട്. നമ്മുടെ ആവശ്യമനുസരിച്ച് ലെൻസ് സെപ്പറേറ്റ് വാങ്ങണം. വാവെ എല്ലാവരും ഞെട്ടിച്ച് സെപ്റ്റംബറിൽ ഇറക്കിയ ഒരു ട്രൈഫോൾഡ് സ്മാർട്ട് ഫോണാണ് വാവെ മേറ്റ് XT. സ്മാർട്ട് ഫോൺ ഡിസൈനിനെ പുതിയ തലത്തിൽ ഈ മോഡൽ എത്തിച്ചു. ഈ 3-in-1 മോഡൽ ഫോണായോ ടാബ്ലറ്റായോ വലിയൊരു ടാബ്ലറ്റായോ ഉപയോഗിക്കാം. പക്ഷേ പഴയ ആൻഡ്രോയിഡിലുണ്ടാക്കിയ വാവയുടെ ഹാർമണി OS ആണ് ഇതിലുള്ളത്. 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഇത് കുറേ ആക്സസറി സഹിതം വലിയൊരു പെട്ടിയിലാണ് കിട്ടുക. എഞ്ചിനീയറിംഗ് വിസ്മയമായ ഇതിൻ്റെ റിവ്യൂ എൻ്റെ ചാനലിലുണ്ട്. ആമസോൺ കിൻഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇബുക്ക് റീഡർ ഇറങ്ങിയിട്ട് 17 വർഷമായി. അതിൻ്റെ കളർ വെർഷൻ ആമസോൺ ഒക്ടോബറിൽ കളർ സോഫ്റ്റ് എന്ന പേരിൽ ഇറക്കി. പുതിയ തരം ഡിസ്പ്ലേ ടെക്നോളജിയുള്ള ഇത് 4000 കളറുകൾ സപ്പോർട്ട് ചെയ്യുന്നു. ഗ്ലെയർ ഒന്നും ഇല്ലാതെ പുസ്തകം പോലെ ഒരുപാട് നേരം വായിക്കാൻ ഇത് ബെസ്റ്റാണ്. 7 ഇഞ്ച് ഡിസ്പ്ലേ, 32 GB സ്റ്റോറേജ്, 2 മാസം നിൽക്കുന്ന ബാറ്ററി എന്നിവയുള്ള ഇതിൻ്റെ ഏകദേശ വില 25,000 രൂപ. റിവ്യൂ ചാനലിലുണ്ട്. ഒക്ടോബറിൽ വേറെ ഒരു ഗാഡ്ജറ്റ് രാജാവുണ്ട്. വിവോ X200 Pro എന്ന മൊബൈൽ അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും ബാറ്ററി ലൈഫും കാരണം പോപ്പുലറാണ്. ചിലർ ഇത് 2024 ബെസ്റ്റ് ഫോണാണെന്ന് അവകാശപ്പെടുന്നു. 200 മെഗാപിക്സൽ സൈസ് ക്യാമറ, 6000 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, പവർഫുള്ളായ ഡയമൻസിറ്റി 9400 പ്രോസസ്സർ എന്നിവയുണ്ട്. ഏകദേശ വില 95,000 രൂപ.
2024 ഏറ്റവും മികച്ച എന്നാൽ വിലക്കുറവുള്ള ഒരു ഗാഡ്ജറ്റാണ് ആപ്പിളിൻ്റെ മാക് മിനി M4. വെറും 5 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുമുള്ള ഒരു കൊച്ചു കമ്പ്യൂട്ടറാണിത്. എന്നാൽ ഇതിലുള്ളത് ആപ്പിളിൻ്റെ ഏറ്റവും പവർഫുള്ളായ M4 കമ്പ്യൂട്ടർ ചിപ്പാണ്. നവംബറിൽ ഇറങ്ങിയ ഇതിൻ്റെ വേഗത ഇതേ വിലയിൽ കിട്ടുന്ന PC-കളേക്കാൾ 6 ഇരട്ടിയാണ്. വളരെ സ്പീഡുള്ള 16 GB റാം, 256 GB SSD എന്നിവയുള്ള ഇത് ഉപയോഗിക്കാൻ നമ്മൾ മോണിറ്റർ പ്രത്യേകം വാങ്ങണം. വില 60,000 രൂപ റിവ്യൂ ചാനലിലുണ്ട്. നവംബറിലും വേറെ ഒരു ഗാഡ്ജറ്റ് രാജാവുണ്ട്. AMDയുടെ Ryzen 7 9800X 3D കമ്പ്യൂട്ടർ പ്രോസസ്സർ ഗെയിമിംഗ് രാജാവായി അറിയപ്പെടുന്നു. ഇതിലെ 3D ക്യാഷും L3 ക്യാഷും ഇതിനെ ഒരു ഗെയിമിംഗ് രാക്ഷസനാക്കുന്നു. ഒരു നല്ല GPU കൂടെ ചേർത്താൽ ഏത് ഗെയിമും എത്ര ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് കളിക്കാം. ഏകദേശ വില 50,000 രൂപ. അവസാനമായി LGയുടെ പുതുപുത്തൻ 27 ഇഞ്ച് ഗെയിമിംഗ് മോണിറ്ററാണ് LG GX7. ഡിസംബറിൽ ഇറങ്ങിയത് ഇന്ത്യയിൽ എത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും വേഗതയേറിയ QHD OLED മോണിറ്ററാണിത്. അതിശയിപ്പിക്കുന്ന 480 Hz റിഫ്രഷ് റേറ്റും 0.03 മില്ലി സെക്കൻഡ് റെസ്പോൺസ് ടൈമും ഇതിനുണ്ട്. ഹൈ എൻഡ് ഗെയിമിങ്ങിന് പറ്റിയ ഇതിൻ്റെ ഏകദേശ വില 85,000 രൂപ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പല ഗാഡ്ജറ്റിൻ്റെയും റിവ്യൂകളുടെ ലിങ്ക് നിങ്ങൾക്കിപ്പോൾ കാണാം. ഏതാണ് നിങ്ങളുടെ ഫേവററ്റ് ഗാഡ്ജറ്റ്?